പോലീസുകാർ എല്ലാവരും അജയൻ്റെ കയ്യിലെ നോട്ട് വായിച്ചു. അപ്പോൾ തന്നെ അവിടെയുള്ളൊരു സീനിയർ ഓഫീസർ ചുറ്റുപാടുമുള്ള എല്ലാ ഭാഗത്തു നിന്നും ആ ഏരിയ കവർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഏരിയ മൊത്തം ഒരു സർക്കിൾ പോലെ കവർ ചെയ്ത് നിൽക്കുകയായിരുന്നു പോലീസ്. ഒരു വഴിയിൽ കൂടെ പോലും അയാൾ പുറത്ത് കടക്കില്ല എന്ന് ഉറപ്പാണ്. ആ കില്ലർ അയാൾ ഈ നോട്ടിൽ പറഞ്ഞ പോലെ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ച് മുന്നോട്ട് നടന്നു. അവർ നേരെ നടന്നു. അജയനും കൂടെയുണ്ട്. കുറച്ചു ദൂരം പുറകിലാണ്, പക്ഷെ അവന് അവരെ കാണാം. കൂടെ വരരുത് എന്ന് പറഞ്ഞിട്ട് പോലും പതിയെ അവൻ അവരുടെ പുറകെ നടന്നു. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ദേഹമാകെ വിറയ്ക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ നടന്നു. പോലീസ് അവരുടെ പിസ്റ്റൾ എടുത്ത് കയ്യിൽ പിടിച്ചു. സ്പെഷ്യൽ ഫോഴ്സ് ടീം ഏറ്റവും മുന്നിലായി അവരുടെ ഗൺസ് സ്ട്രെയിറ്റ് പോയിന്റ് ചെയ്ത് നടന്നു. സമയം കഴിയും തോറും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന മട്ടിൽ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് മുന്നോട്ട് നടന്നു. അവർ ഏകദേശം 500 മീറ്റർ ആയപ്പോൾ ദൂരെ ഒരു വണ്ടിയുടെ ലൈറ്റ് അവർ കാണാൻ കഴിഞ്ഞു. അതൊരു പോലീസ് കാറാണ്. ആ വണ്ടിയുടെ തൊട്ട് മുന്നിൽ 2 നിഴലും കാണാനുണ്ട്. അടുത്തടുത്ത് വരും തോറും അവരെ കയ്യും കാലും കെട്ടിയ രീതിയിൽ വണ്ടിയുടെ 2 സൈഡിലായി നിർത്തിയിരിക്കുന്നതാണ് അവർ കണ്ടത്. ആ 2 പേർ വേറെ ആരുമല്ല, അജയൻ്റെ ഭാര്യയും അനിയത്തിയുമാണ്. അവർ ഏകദേശം അടുത്തേക്ക് എത്തി. ചുറ്റിലും നോക്കിയാണ് അവരുടെ നടത്തം. അടുത്തെത്തി അജയൻ്റെ വൈഫിൻ്റെ കയ്യിൽ കയറഴിക്കാൻ പോയപ്പോഴാണ് പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ 2 പേരുടെയും ദേഹത്ത് ബോംബുകൾ. അവർ ശ്രദ്ധിച്ച് കുറേ പണിപ്പെട്ട് അജയൻ്റെ വൈഫിൻ്റെ ദേഹത്തെ ബോംബ് ഊരി മാറ്റി. പിന്നെ അവൻ്റെ അനിയത്തിയുടെയും. പക്ഷേ അനിയത്തിയുടെ ഊരി മാറ്റിയതും ആ കാറിൻ്റെ ബാക്കിൽ നിന്ന് കുറേ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരുടെ ദേഹത്തുണ്ടായിരുന്നത് ബോംബല്ല, ഒരു ആക്ടിവേഷൻ ഡിവൈസാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ എല്ലാവരും പുറകിലേക്ക് ഓടി. പൊട്ടിത്തെറിയിൽ അവിടെ ഉണ്ടായിരുന്ന വണ്ടി ഉൾപ്പെടെ എല്ലാം കത്തി നശിച്ചു. അവരടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് പക്ഷെ ആ വണ്ടി മാത്രമല്ല, കാണാതെ പോയ ബാക്കി 50 പേരുടെ ബോഡി കൂടിയാണ്. അതും കൊന്നതോ ഒരർത്ഥത്തിൽ അവർ തന്നെ. അയാൾ അവിടെ ഉണ്ടാവും എന്ന അയാളുടെ വാക്ക് കേട്ടപ്പോൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും എടുക്കാതെ അങ്ങോട്ട് പോയത് അബദ്ധമായി എന്ന് പോലീസ് വിശ്വസിച്ചു. കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയി. അജയനും വൈഫും അനിയത്തിയും ഇപ്പോൾ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുകയാണ്. അവിടെ ആകെ ഇപ്പോൾ മീഡിയ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. കേരളം മൊത്തം ഈ വാർത്ത അറിഞ്ഞു എന്നർത്ഥം. അജയൻ ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ഇരിക്കുകയാണ്. മീഡിയ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവരെ തടഞ്ഞു നിർത്തുന്നു. വൈഫും അനിയത്തിയും അത് നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അജയൻ്റെ മനസ്സ് വേറെ എവിടെയോ ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവനെ കാണാൻ വന്ന ഒരാളുടെ